നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഫെയർ ആയ ഒരു ലോകം ഇവിടെ ഉണ്ട്, അത് കുറച്ചു പേര് ചെയ്തിട്ട് ഫെയർ അല്ലാതാക്കുന്നത് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഇത് ഈ പണ്ട് കാലത്ത് ദൈവം നന്നായി സൃഷ്ടിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യർ മര്യാദകളായിട്ട് പെരുമാറുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയാ? അങ്ങനെ അല്ല. മനുഷ്യനിർമ്മിതമായ ഫെയർനെസ്സേ ലോകത്തുള്ളൂ. ഉം. അതാണ് നമ്മൾ പക്ഷേ ജനാധിപത്യപരമായിട്ട് രൂപപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിനകത്ത് ആളുകൾ അവരുടേതായിട്ടുള്ള വികാര വിചാരങ്ങളെ കർബ് ചെയ്ത് പെരുമാറാൻ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിനെയാണ് സിവിലായി പെരുമാറുന്നു എന്ന് പറയുന്നത്. ഉം. അല്ലാതെ ആളുകൾ പ്രിഫറൻസസ് ഇല്ലാത്തവരായിട്ട് ലോകത്തുണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കാതെ അങ്ങനെ ഇല്ല. അങ്ങനില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ജീവിതത്തിനകത്ത് ജീവന്റെ സ്വഭാവം എന്ന് പറയുന്ന സാധനം വ്യത്യസ്തതകൾ നിലനിൽക്കുകയും റിസോഴ്സ് ക്രഞ്ച് ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ റിസോഴ്സസ് ഒരാൾ സംഘടിപ്പിച്ചു വെച്ചാൽ അവരുടെ ജീവിതത്തിന് നല്ലതാണെന്ന് കാണുന്നത്. ആ സ്ഥലത്തൊക്കെ നമുക്ക് റിസോഴ്സസ് ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സമൂഹത്തിനകത്ത് ഇത് പരമാവധി തുല്യമായി ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. നമ്മൾ അതുകൊണ്ടാണ് നമ്മളൊരു ഒരു ഒരു അപ്പാർട്ട്മെന്റ് ഹൗസ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും കഴിഞ്ഞത്. പണ്ടങ്ങനല്ല. ഓരോ ആളിന് അവർക്ക് ഇഷ്ടമുള്ള വിരകള് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വെക്കുന്നതിനായിരുന്നു ചെയ്തിരുന്നത്. ഒരു ആധുനിക നഗരം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് 1,00,000 പേര് അതിനകത്ത് താമസിക്കാൻ പോയാൽ എല്ലാവർക്കും എല്ലാ തരത്തിലും സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആധുനിക സമൂഹത്തിന്റെ ലക്ഷണം. അങ്ങനെയാണത്. മന്നതങ്ങനല്ല. ഓരോ ആള് അവരുടെ ബലം അനുസരിച്ചിട്ട് ചെയ്യുന്നു എന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു നമ്മൾ അത്തരത്തിലുള്ള ഹെറാർക്കിക്കൽ സൊസൈറ്റി നിർമ്മിച്ചിരുന്നത്. ഇന്നപ്പോ നമ്മൾ അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഒരു വോട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചത്? ഈ പറയുന്ന അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എത്ര തല വ്യത്യസ്തതകളുണ്ട്, എത്രത്തോളം കഴിവുകൾ ഉണ്ടായാലും ശരി, അത് പൊതുവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ അത് പേഴ്സണൽ ഗെയിൻ ഉപയോഗിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ലോകത്തുള്ളത്. ഇതാണ് അതിനനുസൃതമായി പക്ഷെ നമ്മൾ വളർത്തേണ്ടതുണ്ട്. നമ്മളിപ്പോഴും പരീക്ഷ ഉണ്ടാക്കിയിരുന്ന ക്ലാസ് റൂംസിലാണ് ഇപ്പോഴും എത്തിയിരിക്കുന്നത്. കൂടെ ഉള്ളവരെ തോൽപ്പിച്ച് മുന്നേറാനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അല്ലാതാണ് അത് പഠിപ്പിക്കേണ്ടത്. അതൊക്കെയാണ് നമ്മൾക്ക് പുതിയ സമൂഹം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്. ലോകത്ത് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് പറഞ്ഞോ പറയാതെയോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ താനെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ക്യൂ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാകുക. നമ്മളിപ്പോ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടല്ല, വാങ്ങൽ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക്. അത് തന്നെയും ഓരോ വർഷം കഴിയും തോറും നിങ്ങൾക്ക് ഒരു നാട്ടിൽ ജനിച്ച് വളരുന്ന ഒരാളിന്, ഇപ്പൊ ഒരു പണക്കാരനായിരിക്കുന്ന ഒരാളുടെ മകനോ മകളോ ആയിരിക്കുന്നത് അവരെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണോ അവർക്ക് ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്? അല്ല. ഒരു കുട്ടി പണമുള്ള വീട്ടിൽ ജനിച്ചിരിക്കുന്നത് വഴി കിട്ടുന്നതല്ലേ? ഇതുപോലെ തന്നെയാണ്. അല്ലല്ല, അത് പറയാനല്ല ഞാൻ ഈ വരി പറഞ്ഞത്. നെപ്പോ കിഡ്സ് പറയാനേ അല്ല അത്. ഞാൻ ഈ പറഞ്ഞത് ഒരു പണമുള്ള വീട്ടിൽ ഒരാൾ ജനിക്കുന്നത് അവരെന്തെങ്കിലും ചെയ്തിട്ടല്ല അവർക്ക് ആ സൗകര്യങ്ങൾ കിട്ടുന്നത്, ജനിച്ചത് വഴി കിട്ടുന്നതാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അത് പറയാനാണ് അത് പറഞ്ഞത്. അപ്പം ജനിച്ചത് വഴി ലഭിക്കുന്നത് മനുഷ്യനായി ജനിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതാ ഇങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നഗരം, ആധുനിക നഗരം, പണ്ടങ്ങനെയല്ല. നഗരത്തിനകത്ത് വ്യത്യസ്തമായ സൗകര്യങ്ങളുള്ളത് ധനമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നു, ധനമില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന തരംതിരിവുകളോടുണ്ടാക്കിയ നഗരങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഭിന്നമായി ഒരു അപ്പാർട്ട്മെന്റ് ഹൗസിനകത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചൂടുള്ള വെള്ളം കിട്ടും, എല്ലാവർക്കും എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന മുറി ഉണ്ടാകും, എല്ലാവർക്കും അങ്ങനത്തെ സെൻട്രൽ സിസ്റ്റംസ് രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ പാരിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആളുകൾ വ്യത്യസ്തരല്ലാതിരിക്കുന്നതുകൊണ്ടല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ലാതിരിക്കുന്നതാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യം. പക്ഷെ അതിനകത്ത് മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ള, അവിടെയാണ് സാധ്യമായ നീതി, സാധ്യമായ ശരി, സാധ്യമായത് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മൂല്യബോധത്തോടെ പരസ്പരം പെരുമാറാനായിട്ട് പരിശീലനം കൊടുത്ത് പഠിപ്പിച്ചേ പറ്റൂ.
ഉം. അല്ല താനേ ഉള്ളതല്ല. താനേ ഉള്ളതല്ലാതിരിക്കുന്നത് നമ്മൾക്ക് ഈ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആനിമലിനകത്ത് ഹെയറാർക്കിക്കലായിട്ട് പ്രായം കൊണ്ട് നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ജനിക്കൂ, തുല്യരായിട്ട് ജനിക്കുന്നില്ല. അതെ. അപ്പൊ കുട്ടികളായിട്ട് ജനിക്കുന്നത് കൊണ്ട് പ്രായപൂർത്തിയാകുന്നത് വരെ ആശ്രിതത്വ ബോധത്തോടെ വളരുന്ന കുഞ്ഞാണ്. അതെ. അതിനെ വളർത്തി തുല്യതയുള്ളവരാക്കി മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഉം. ഇത് നമ്മൾ ആ വിദ്യാഭ്യാസത്തിനകത്ത് ഹെയറാർക്കിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് പണ്ട് കാലത്ത് അതാ പഠിപ്പിച്ചിരുന്നത്. ആ പഠിപ്പിച്ചിരുന്നതാണ് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാൽ ഈ ആളുകളുടെ സ്വഭാവം അത് തന്നെയാണെന്ന് വിചാരിക്കും. അതെ. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മുടെ നാട്ടിനകത്ത് റോഡ് നീളെ തുപ്പുന്നവരും മലമൂത്ര വിസർജനം ചെയ്യുന്നവരും ഈ നാട്ടിൽ എന്താണ് വന്നിട്ട് അങ്ങനെ അല്ലാത്തവരുണ്ടായത്. മനുഷ്യർക്കുള്ളതാണ് എന്നാണല്ലോ, മനുഷ്യർക്കുള്ളതല്ലേ. കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്നവര് മൂത്രം ഒഴിക്കാൻ വന്നാൽ അപ്പൊ തന്നെ ഒഴിക്കത്തില്ലേ. അതെ. അപ്പൊ കുഞ്ഞായിട്ട് ജനിക്കുന്ന എല്ലാ കുഞ്ഞും മലയാളിയായിട്ടാ ജനിക്കുന്നത്, അല്ലേ? അതെ. മലയാളികള് പെരുമാറുന്ന പോലെ അല്ലേ എല്ലാ കുഞ്ഞുങ്ങളും പെരുമാറുന്നത്. പിന്നെ എങ്ങനെയാണ് അവര് ഇവിടെ ഈ നമ്മൾ പറയുന്ന സിവിലൈസ്ഡ് ആയിട്ട് മാറുന്നത്? എങ്ങനെയാണ്? പരിശീലിപ്പിച്ചിട്ടാണ്. അപ്പം പരിശീലിപ്പിക്കാതിരിക്കുന്നത് വഴി അവരുടെ സ്വഭാവമാണ് കണ്ടെത്തുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. ഉം. അപ്പം ആധുനിക സമൂഹത്തിനകത്തെ വിദ്യാസമ്പന്നത ഉണ്ടാകുകയും ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്നോ വലതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്നോ ക്യൂ നിൽക്കണമെന്നോ ആളുകളോട് മറ്റുള്ളവർക്ക് നമുക്ക് നഷ്ടപ്പെടത്തില്ല അവർക്ക് ഒഴിഞ്ഞു കൊടുത്താൽ എന്ന് അനുഭവിക്കുന്നത് വഴിയാണ് ക്യൂ സിസ്റ്റം ഉണ്ടാകുന്നത്. ഉം. അങ്ങനെ കഴിയുള്ളൂ. അപ്പം അതേ സമയത്ത് 200 മുറി ഇതുള്ള സീറ്റുള്ള ഒരു മുറിയായിരിക്കും ഉണ്ടാകുന്നത്, 500 സീറ്റുള്ള ഒരു മുറിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ നാളെ കാണാം എന്ന് പറയുന്ന ക്യൂ സിസ്റ്റമേ അപ്പോഴും കഴിയുള്ളൂ. അല്ല എല്ലാവർക്കും കൂടെ കാണാൻ പറ്റുന്ന, ഒറ്റ ദിവസം കൊണ്ട് സിനിമ മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു ഹോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഉം. അപ്പൊ സാധ്യമായ നീതിയെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയാണ്. ഉം. അപ്പൊ ക്യൂ സിസ്റ്റത്തിന്റെ യുക്തിക്കകത്തും ആ ക്യൂ സിസ്റ്റത്തിന്റെ ന്യായങ്ങളിനകത്ത് നമ്മൾ പറയുമ്പോൾ തന്നെയും നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളൊരു ആശുപത്രിക്കകത്ത് ക്യൂ സിസ്റ്റം ഉണ്ടാക്കി. ഉം. വരുന്ന ആൾക്കാര് അവിടുത്തെ നമ്പർ അനുസരിച്ചിട്ട് വിളിക്കുന്നു. ഉം. പെട്ടെന്ന് 10ാമത്തെ നമ്പറിൽ ഇരിക്കുന്ന ആള് തലയും കുത്തി താഴോട്ട് വീഴും. ഉം. അയാളെ അപ്പം പരിശീലനം കഴിഞ്ഞാൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഉം. അപ്പോഴാണ് നമ്മൾ സംവരണത്തിന്റെ യുക്തി വരും. ഉം. കാര്യമുണ്ട്. എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ആൾക്കാർ ഏത് ക്യൂ സിസ്റ്റത്തിനകത്ത് നിലനിൽക്കും എന്ന് നമ്മൾ ഇതുപോലെ അറിയണം. ഉം. അപ്പോഴാണ് അത്തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കാൻ അതുവരെ നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ നടത്തിയിരുന്ന ലോകത്ത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ബാധ്യത നമുക്ക് വരും. ഉം. ഇതും കൂടെ ചേർത്തിട്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന പാരിറ്റി വർക്ക് ചെയ്യുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള അപ്പൊ കണ്ണില്ലാതെ ഒരാൾ ജനിക്കും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, കാലില്ലാതെ ജനിക്കുമെന്ന് അറിയണം. അല്ല എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരായി ജനിക്കുന്നില്ല എന്നും അറിയേണ്ടതുണ്ട്. അപ്പം അതിനകത്ത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന സാധനത്തിന്റെ തുല്യമായ അവകാശങ്ങളും നീതിബോധങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലാതെ എല്ലാവരെയും മുട്ടുസൂചി പോലെ ഒരുപോലെ ആക്കിയിട്ടല്ല. അതെ. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത് അസാധ്യമാണെന്ന് കാണുകയല്ല. റിസോഴ്സസ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ അസാധ്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ചെയ്യാൻ പറ്റും. ഉം. നമ്മൾ മനസ്സിലാക്കാനുള്ളത് 100 വർഷം മുമ്പ് 200 കോടി ജനം ഉണ്ടായിരുന്നിടത്ത് 800 കോടി ജനമുണ്ട്. അന്ന് 200 കോടിക്കകത്ത് 150 കോടിയും പട്ടിണിയായിരുന്നു. അതെ. ഇന്ന് 100 കോടിയെ ലോകം മുഴുവനും കൂടെ പട്ടിണിയുള്ളൂ. ബാക്കി 700 കോടിയും പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നവരായിട്ട് മാറ്റിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉം. അപ്പൊ അത് ഇതുപോലെ തന്നെ അറിയേണ്ടതുണ്ട്. പക്ഷെ ശീലം കൊണ്ട് ഇന്നും നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ്. അതെ. ശീലം കൊണ്ടാണ്, അല്ലാതെ ആവശ്യം കൊണ്ടല്ല. കാര്യം വേറൊരു രാജ്യം ഇന്ന് പുഷ്ടിപ്പെട്ടു വന്നാൽ മറ്റുള്ളവർക്ക് ത്രെറ്റായിട്ട് മാറേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാ? നമ്മളുണ്ടാക്കുന്ന കുരുമുളകും നമ്മളുണ്ടാക്കുന്ന കാറും നമ്മളുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം മറ്റുള്ളവർക്കും കൂടെ കൊടുത്തിട്ട് നിൽക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. അതെ. മറ്റുള്ളവർ നമ്മുടെ കമ്പോളമായി മാറിയിരിക്കും. പണ്ട് അങ്ങനെ ഇല്ല. അതുകൊണ്ടായിരുന്നു അന്ന് യുദ്ധങ്ങളൊക്കെ അങ്ങനെ ഇരുന്നത്. ഒരു കൂട്ടർ വളരുമ്പോൾ നമുക്ക് ത്രെറ്റായി മാറുകയും അവരെ വളരാൻ അനുവദിക്കാതെ അവരെ തകർക്കാനായിട്ട് സ്പൈകളെ വിടേണ്ടി വന്നിരുന്ന ലോകത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അത് ശീലം കൊണ്ട് ഇന്നും നമ്മൾ സ്പൈകളെ വിടുന്നു. ഇന്നും നമ്മൾ മോണിറ്റർ ചെയ്യാൻ ആകാശത്ത് സാറ്റലൈറ്റ് വെക്കുമ്പോഴും ഈ പ്രാകൃത ബോധം കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പൊ അമേരിക്കക്കാരനെ
ഫോർഡ് കാർ ഉണ്ടാക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും കാർ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അല്ലാതെ അവരെ എല്ലാം ബോംബ് ചെയ്ത് കളയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പഴയ കാലത്തുണ്ടായിരുന്ന ബോധത്തിനകത്തല്ല ലോകത്തിനെ നമ്മൾ ഇന്ന് കാണുന്നത്. പക്ഷെ ശീലം നമുക്ക് പഴയ കാലത്തെയാണ്. ഇതുകൊണ്ടാണ് പട്ടാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും നമ്മൾ ആയുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ആയുധം വെക്കാനുള്ള യുദ്ധമാണിന്നുള്ളത്, അല്ലാതെ പണ്ടത്തെ പോലെ റിസോഴ്സസ് പിടിക്കാൻ വേണ്ടി മാത്രമല്ല. അതെ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതൊന്നും നടക്കാത്തതാണെന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു ലോകമുണ്ട്. അത് 1957 ഇന്ത്യക്ക് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നതിന് ശേഷം 47 സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുവരെയുള്ള മുഴുവൻ വീട്ടുകാരും അമ്മമാരും എല്ലാവരും ഇരുന്ന് പറയുന്നുണ്ടാവും, നീയൊക്കെ എന്തിനാടാ ഇതിന് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഈ പണിക്ക് നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ചോദിച്ചിട്ടും ഉണ്ടാവും. ഇതുപോലെ തിരിച്ചറിയണം. എന്നുവെച്ചാൽ ഒരു 4-5 തലമുറ കഴിഞ്ഞിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് സ്വന്തം ജീവിതത്തിനകത്ത് നടക്കും എന്ന് ഇതുകൊണ്ട് ഇത് നടക്കാത്തതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാകാതെ എങ്ങനെയാണ് ഇത് നടത്താൻ പറ്റുന്നതിനുള്ള പുത്തൻ രീതികൾ ആവിഷ്കരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. We're sorry, the number you have dialed is not in service at this time.